ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാൻ വെറൈറ്റി എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒരു പ്രത്യേക ടൈപ്പിലുണ്ടാക്കുന്ന ഒരു ബിരിയാണി റൈസാണ്. ഒരു പ്രാവശ്യം ഞാൻ ഇതിന് മുമ്പ് ഒരു ബിരിയാണി റൈസിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് അത് ലാസ്റ്റ് വറുത്ത് മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ആദ്യം വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ, എന്തോരം വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മീഡിയം സൈസുള്ള സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയിട്ടാണ് ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് വറുത്തെടുക്കണത്. നെയ്യിൽ മാത്രമായാലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ എടുക്കുക. അതൊന്ന് വറുത്ത് കോരി വെച്ചതിന് ശേഷം അതേ ഇതിൽ തന്നെ ഓയിലും നെയ്യിലും തന്നെ നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ആ സവാളയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബിരിയാണി ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് എന്താ പറയുക, ഇട്ടടച്ച് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വറവുള്ള സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ചും കൂടി നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്ത് മസാല കേട്ടോ, ഇതിലാദ്യം മസാല ഇട്ട് കൊടുക്കണം. ഇതൊരു ടൈപ്പ് ഏലക്കായാണ്, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പട്ട, ഒരു 4 കരയാമ്പു, 4 ഏലക്കായ, പിന്നെ തക്കോല ഉണ്ടെങ്കിൽ ഇടുക. വഴനയില ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് മസാല ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇടുക കേട്ടോ. പിന്നെ പെരിഞ്ജീരകം വേണം, അത് ഞാൻ പറയാം. അത് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ഞാൻ പറഞ്ഞൊരു വെറൈറ്റി ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ മസാലകളെല്ലാം ഇത് പൊടിക്കാത്ത മസാല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് തീ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിലാക്കിയിട്ട് വേണ്ടിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഏലക്കായ ഒന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള, അധികം സവാള വേണ്ട കേട്ടോ. പിന്നെ അതിൽ ചതച്ചിടാളാണ് 2, എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ 2 അല്ലി എടുത്താൽ മതി. ചെറുതാണെന്ന് വെച്ചാൽ ഒരു 4-5 കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഞാനിപ്പോൾ ഇതിൽ പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഞാൻ പൊടിച്ചപ്പോൾ മുഴുവൻ പൊടിച്ച് വെച്ചു, പിന്നെ ഉണ്ടായിരുന്നത് തീർന്നപ്പോൾ ഞാൻ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 1 പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പൊതുവെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ അരച്ചിട്ടല്ല, ചിലപ്പോൾ മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകമാണ് ഇടാറ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്ത രീതിയിൽ നിന്ന്. പിന്നെ നമ്മുടെ അരി ഇവിടെ 4 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 4 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായി കഴുകി ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചു. അതിന് ശേഷം വാല വെച്ചിട്ടുള്ളതാണിത്. നന്നായി കഴുകണം കേട്ടോ. അത് തന്നെ അരമണിക്കൂർ എന്തായാലും ഇട്ട് വെക്കണം. ബസ്മതി റൈസാണ്. ജീര റൈസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ പെരിഞ്ജീരകവും ഒക്കെ കൂടി ചതച്ചിട്ടുള്ള ഇതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ അരിക്ക് വരിക. എന്നിട്ട് അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ അരി ഇങ്ങനെ ചില അരികൾ ഇങ്ങനെ കിടന്ന് പൊട്ടണ പോലെ തോന്നും, കണ്ട അനങ്ങി ഇങ്ങനെ പൊട്ടും. ആ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണേറ്റും പിന്നെ ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്, അതെനിക്കൊരു ഇഷ്ടമാണ്. ഇങ്ങനെ മണം വരുന്നത് ഒരു പ്രത്യേക മണമാണ് അതിന്. അപ്പോൾ ഇതൊക്കെ ചെയ്യണേറ്റ് മുമ്പ് നമുക്ക് 6 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ അരിയൊക്കെ വറുക്കാൻ ഇടണേറ്റ് മുമ്പ് വെള്ളം വെച്ചാൽ അല്ലെങ്കിൽ തിളക്കില്ല. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിളപ്പിച്ച് നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കണം. നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ
മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഈ അരി ഇളക്കാം, യാതൊരു കുഴപ്പമില്ല. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. തീയെ 8 സിമ്മിലാക്കുക കേട്ടോ. തീ എന്താ പറയുക, സിമ്മാക്കാൻ മറക്കരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണ്ട. വേണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ കുഴയുണ്ടല്ലോ അതെടുത്ത് മുകളിൽ വെച്ച് പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം മാത്രമാണ് തുറന്നിട്ടൊന്ന് ഇളക്കാൻ പാടുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അരി നമ്മുടെ ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ അരി തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് തീയൊന്ന് നല്ല സിമ്മിലാക്കുക കേട്ടോ. സിമ്മിലാക്കി 10 മിനിറ്റിന് ശേഷം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രം ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ ക്യാരറ്റ് മാത്രം ഇടുകയായിരിക്കും ഇതിന് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുക. അപ്പോൾ 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇടുന്നത് വലിയ മക്കൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുറച്ചധികം ഇട്ടോ കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് ഒരു 5-10 മിനിറ്റിന് ശേഷം സിമ്മിൽ തന്നെ തീ കൂട്ടരുത്, തുറന്ന് ഇപ്പം നമ്മുടെ അരിയൊക്കെ വെന്തോന്ന് നോക്കുക. അപ്പോൾ അരിയൊക്കെ എൻ്റെ കറക്റ്റ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാന്ന് വെച്ചാൽ ബസ്മതി റൈസ് കറക്റ്റ് വേവാട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും ആദ്യം മല്ലിയില കുറച്ച് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്യൂനട്ട് എല്ലാം വറുത്ത് ആദ്യം വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നെയ്യ് കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ ഒരു പ്രത്യേകമാണ്. ഇനി നമ്മളത് അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഈ ബിരിയാണി കിറ്റിൽ നിന്ന് കിട്ടിയ നെയ്യാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏത് നെയ്യിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് അടച്ച് വെക്കുക. 1 മിനിറ്റ് ഒന്ന് എന്താ പറയുക, 1 മിനിറ്റ് ഒന്ന് തീ ഫുള്ളാക്കി വെച്ചതിന് ശേഷം അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. 1 മിനിറ്റ് കൂടുതൽ വെക്കല്ലേ, അടിയിൽ പിടിക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബിരിയാണി പാത്രം തുറന്ന് നോക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക മണം ഇതിന് വരും. ആ വറുത്തിട്ടിട്ടുള്ള മല്ലിയിലും നെയ്യും ഇതൊക്കെ നമ്മൾ മുകളിൽ വറുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെറുതെ ആയാലും കഴിക്കാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ സൈഡ് ഡിഷൊന്നും വേണ്ട, നല്ല രസമാണ്. ഇപ്പം ഞാനിന്നിവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയുടെ ഒപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുക, എന്താ അരിഞ്ഞെടുക്കണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിതിങ്ങനെ ഇളക്കിയിട്ടുള്ളത് കാണിക്കണില്ല. അപ്പോൾ ഇളക്കി ഇങ്ങനെ മുകളിൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.